ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചൂണ്ടയിട്ട് പിടിച്ച കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കപ്പയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇതിനായി നമുക്ക് ആദ്യം ഇതിന് വേണ്ടുന്ന മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നാരങ്ങാ നീര്, ആവശ്യത്തിന് ഓയിൽ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കിയ ഈ മസാല മീനിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ ഇതിനകത്ത് മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് നമുക്ക് ഈ മീൻ അതിലിട്ടൊന്ന് ഹാഫ് ഫ്രൈ ആക്കിയെടുക്കാം. ഈ മീനൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില ഇത് ഇട്ട് കൊടുക്കാം ഇതിലോട്ട്. മീനൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഈ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ചെറിയുള്ളി, സവാള, പച്ചമുളക് ഇതിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മളിത് വാഴയിലയിലാണ് പൊള്ളിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇല ഒന്ന് വാട്ടിയെടുക്കാം. ശേഷം നമ്മൾ ഇട്ട ഉള്ളി, സവാള അത് ഒന്ന് ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഈ മസാല ഒന്ന് പാകമായി വരുമ്പോഴേക്കും നമ്മൾ വാട്ടി വെച്ച് വാഴയിലേക്ക് മീനും മസാലയും കൂടെ ചേർത്ത് നന്നായി പൊതിഞ്ഞ് ഒന്ന് കെട്ടിയെടുക്കാം. ഇത് വാഴയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വള്ളി കൊണ്ട് തന്നെയാണ് ഞാൻ കെട്ടുന്നത്. അഴിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായി കെട്ടി മുറുക്കുക. അത് കഴിഞ്ഞ് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അത് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി വേവിച്ചെടുക്കണം. നമ്മളിത് നേരത്തെ ഓൾറെഡി കുക്ക് ചെയ്ത ഫിഷ് ആയതുകൊണ്ട് തന്നെ ഒരു 4 മിനിറ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും. നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടെന്നൊന്ന് അഴിച്ചു നോക്കാം. വാഴയിലയിൽ പൊള്ളിച്ച മീനിൻ്റെ നല്ല അടിപൊളി മണം ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. നമുക്കിത് അഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. മസാലയൊക്കെ ഇതിന് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. എരിവ് നന്നായി വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് മുളക് പൊടിയും മറ്റും ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല പുഴുങ്ങിയ കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ ഇത് വളരെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.